السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകരെ, ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൻ്റെയും കമ്മിറ്റിയുടെയും പ്രവർത്തകരെ, ഭാരവാഹികളെ, ഈ പരിപാടിക്കായി എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരങ്ങളെ, വളരെ ദീർഘമായ ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയമെടുത്ത് വിശദീകരിക്കേണ്ടുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ബുഖാരിയും മുസ്ലിമും അഹ്ലുസുന്നയുടെ നിലപാട് എന്ന ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിന് ശേഷം ഹദീസ് ഗ്രന്ഥങ്ങളായി സിഹാഹുസിത്തയുടെ ബുഖാരി മുസ്ലിം കഴിഞ്ഞാലുള്ള ബാക്കി 4 ഹദീസുകളും, ഇമാം അഹ്മദിന്റെ മുസ്നദ് അടക്കം, അബി അവാനയുടെ മുസ്നദ് അടക്കം, ഇബ്നു ഖുസൈമയുടെ സ്വഹീഹ് അടക്കം എണ്ണിപ്പറയാൻ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ആ 2 ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്ന ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ച് ഇവിടെ മുമ്പ് പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, ഖുർആനും സ്വഹീഹായ ഹദീസുകളുമാണ്. വിശുദ്ധ ഖുർആനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ചേർത്തുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, പിൻപറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 26ഓളം ആയത്തുകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പറഞ്ഞുകൊണ്ട് 33ഓളം ആയത്തുകളുമുണ്ട്. ആ ആയത്തുകൾ എല്ലാം ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. ആ വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ സദസ്സിലുള്ള ഓരോ ആളുകൾക്കും അറിയാം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഖുൽ അത്തിയുല്ലാഹ വർ-റസൂൽ. അതേ അധ്യായത്തിൽ തന്നെ 132-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വഅത്തിയുല്ലാഹ വർ-റസൂൽ. 8-ാം അധ്യായം സൂറത്തുൽ അംഫാലിലെ 24-ാം വചനം അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ-റസൂൽ. ഇതെല്ലാം പറയുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, വഴിപ്പെടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ആയത്തുകളിലെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത്. അവിടെ വിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചില മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ അത് സ്വീകരിക്കുന്നിടത്തും അത് വ്യാഖ്യാനിക്കുന്നിടത്തും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിശ്ചയിച്ചിരിക്കുന്ന പ്രധാനമായ മാനദണ്ഡം, അത് ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ കൊണ്ടായിരിക്കണം. ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടായിരിക്കണം. ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് സ്വഹാബികൾ മനസ്സിലാക്കിയ പോലെയായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ഞാൻ എൻ്റെ സ്വന്തം നിലപാട് അനുസരിച്ച് മനസ്സിലാക്കുമെന്നോ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ വ്യാഖ്യാനിക്കുമെന്നോ തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിക്കും അധികാരമില്ല.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്. കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വകിതാബുഹാ വാഹിദുൻ വനബിയ്യുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദത്തുൻ. ഈ സമുദായം എങ്ങനെയാ ഭിന്നിക്കുക? 73 വിഭാഗമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ 73 വിഭാഗമാകും? ഈ സമുദായത്തിന്റെ കിതാബ് ഒന്നാണ്, നബി ഒന്നാണ്, ഖിബില ഒന്നാണ്. അങ്ങനെ ഇരിക്കെ ഈ സമുദായം എങ്ങനെ ഭിന്നിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു നമ്മിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ കേൾക്കുകയും അത് ഇറങ്ങിയ സാഹചര്യവും സന്ദർഭവും നമുക്ക് പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. എന്നാൽ സയകൂനു ബഅദുനാ അഖ്വാമുൻ, നമുക്ക് ശേഷം ഒരു ജനത ഇവിടെ വരാനുണ്ട്. അവർ യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. വലാ യദറൂന ഫീമാ നുസിൽ, അത് ഇറങ്ങിയ സാഹചര്യത്തെ പറ്റി അവരറിയില്ല, അവർ മനസ്സിലാക്കുകയില്ല, അതിന്റെ സന്ദർഭം അവർ മനസ്സിലാക്കുകയില്ല. അവർ ഓരോരുത്തരും അവരവർക്ക് മനസ്സിലാക്കിയതുപോലെ, അവരവർ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ തോന്നിയതുപോലെ ഈ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കും. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരിലും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ ഓരോ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭിന്നതകളും ഉണ്ടാകും. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് അഹ്ലുസുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡം ലംഘിക്കപ്പെട്ടപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാനും അതനുസരിച്ചുകൊണ്ട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കുവാനും ഓരോരുത്തർക്കും കഴിഞ്ഞു. ഞാൻ അതിന്റെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങളോട് പറയുന്നില്ല. പരിമിതമായ കുറഞ്ഞ സമയം, ആ സമയത്തിൽ ചില വിഷയങ്ങൾ മാത്രം, ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരിക മാത്രമാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലേ യാഥാസ്ഥിക വിഭാഗം ഒരു പുതിയ പ്രസ്ഥാനത്തെ ഇവിടെ രൂപീകരിച്ചത്. 1984 നമ്മുടെ പണ്ഡിതന്മാർ കൊട്ടപ്പുറം സംവാദത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന്. അന്ന് തെളിവ് നിരത്തിക്കൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിലെ 45-ാമത്തെ വചനം പാരായണം ചെയ്തു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ. ആ ആയത്ത് പാരായണം ചെയ്തിട്ടാണ് പറഞ്ഞത്, മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവിതാ. അന്ന് നമ്മുടെ പണ്ഡിതന്മാര് ചോദിച്ചല്ലോ, ഈ ആയത്തനുസരിച്ച് ഏത് സഹാബിയാണ് അമൽ ചെയ്തിട്ടുള്ളത്? ഈ ആയത്തനുസരിച്ച് ഏത് താബിഈയാണ് അമൽ ചെയ്തിട്ടുള്ളത്? ഈ ആയത്തിന് ഇങ്ങനെയാണ് അർത്ഥമെന്ന് ഏത് സഹാബിയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? പക്ഷേ അതിന് മറുപടിയില്ല. അതേപോലെ തന്നെയായിരുന്നു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത്. അതും ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅ്ശറൽ ജിന്നി എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ആയത്തിനെ വ്യാഖ്യാനിച്ചത് എന്തിനു വേണ്ടിയാ? ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ശിർക്കില്ല എന്ന് സ്ഥാപിക്കാൻ. നമ്മുടെ പണ്ഡിതന്മാര് ചോദിച്ചല്ലോ, ഈ ആയത്തനുസരിച്ച് ആരാണ് അമൽ ചെയ്തിട്ടുള്ളത്? ഏത് സഹാബിയാണ് അമൽ ചെയ്തിട്ടുള്ളത്? ഈ ആയത്തിൽ ഇങ്ങനെ ഒരു വിധിയുണ്ടെന്ന് ഏത് സഹാബിയാ മനസ്സിലാക്കിയത്? ഏത് താബിഈയാണ് മനസ്സിലാക്കിയത്? ആരാണ് ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിന് അഹ്ലുസുന്ന നിശ്ചയിച്ച മാനദണ്ഡം അത് വ്യാഖ്യാനിക്കാനും അത് മനസ്സിലാക്കാനും അഹ്ലുസുന്ന നിശ്ചയിച്ച മാനദണ്ഡം, ആ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ സമുദായത്തിൽ ഭിന്നതയുണ്ടായി. ഖുർആനിനെ പോലെയല്ല അവിടെ ഹദീസ്, അതുകൂടെ മനസ്സിലാക്കണം. ഖുർആനിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അപ്പുറം നിരവധി മാനദണ്ഡങ്ങൾ ഹദീസുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അതിന്റെ വാചകങ്ങളും
അതിന്റെ ആശയങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ ഹദീസിന്റെ ആശയങ്ങൾ അള്ളാഹുവിൽ നിന്നും അതിന്റെ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമാണ്. അതാണ് ഖുർആനും ഹദീസും തമ്മിലുള്ളതായ വ്യതിരക്തത, വ്യത്യാസം. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആനിന് സമാനമായ ഒന്ന് ഒരാൾക്കും സാധ്യമല്ലാത്ത തരത്തിൽ അത് അമാനുഷികമാണ്. എന്നാൽ ഹദീസ് വചനങ്ങൾക്ക് ഈ അമാനുഷികതയില്ല. മൂന്നാമത്തേത്, ഖുർആനിന്റെ ഓരോ വാക്കുകളും നിരവധി റിപ്പോർട്ടകന്മാരിൽ നിന്നും, അതായത് മുത്തവാത്തിറായി പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തെടുത്തിട്ട് അത് സഹീഹാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്കെടുത്തിട്ട് ഇതൊരു ദുർബലതയുണ്ടോ, ഇത് ദുഅഫുണ്ടോ, ഇത് ഹസനാണോ, ഇത് ഇല്ലത്തുണ്ടോ എന്ന് വ്യാഖ്യാനിക്കേണ്ട എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ മുഴുവനും മുത്തവാത്തിറായി, അതായത് നിരവധി പരമ്പരകളിലൂടെ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഹദീസ് മുഴുവനും അപ്രകാരമല്ല. ചുരുങ്ങിയ പക്ഷം ഈ മൂന്ന് വ്യത്യാസമെങ്കിലും ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അവിടെ ഹദീസുകൾക്കുള്ള പ്രത്യേകത മാനദണ്ഡം എന്താ? ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് സ്വഹീഹായിരിക്കണം. സ്വഹീഹായിരിക്കണം എന്നതിന്, ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ അതിന് ചുരുങ്ങിയ പക്ഷം 5 നിബന്ധനകളുണ്ട്. അത് ഇവിടെ മുമ്പ് വിശദീകരിച്ചു പോയതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത്തരം മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നിടത്ത് കാണിച്ച കണിശതയാണ് സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഇവിടെ ചർച്ചക്കെടുക്കുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ സഹീഹുൽ ബുഖാരിയിലെയും സഹീഹു മുസ്ലിമിലെയും ഒരു ഹദീസ് പോലും അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയതായി എവിടെയുമില്ല. സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അത് ജാമി എന്ന ഇനത്തിലാണ്. ജാമി, അൽ മുസ്നദ്, അൽ ജുസ്, അത്തൊറഫ്, അസ്സുനൻ എന്നിങ്ങനെ 5 ഇനങ്ങളാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ. അതിൽ അൽ ജാമി എന്ന ഇനത്തിലാണ്, അതായത് അഖീദയും ഇബാദത്തും അദബും സംസ്കാരവും ഹുക്കുമുകളും തുടങ്ങിയ എല്ലാ അധ്യായങ്ങളും ഒരുമിച്ച് കൂടിയ ഹദീസ് ഗ്രന്ഥം. അങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള എല്ലാ ഹദീസുകളും ഇന്ന് സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും പലരും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അവിടെ നമ്മൾ അറിയണം, 16 വർഷം കൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി പൂർത്തീകരിക്കുന്നത്. അദ്ദേഹത്തിന് ഹദീസുകൾ ശേഖരിക്കുന്നിടത്ത് കാണിച്ച കണിശത, അവിടെ കാണിച്ച അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇമാം ബുഖാരിയുടെ ജീവിതം ഒന്ന് വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് വിശദീകരിച്ചുകൊണ്ട് എന്റെ സമയം ഞാൻ പാഴാക്കുന്നില്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നില്ല. അവിടെ ഇമാം ബുഖാരി ഏകദേശം 6 ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കേൾക്കുക, ഇമാം ബുഖാരി ഏകദേശം 6 ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ 6 ലക്ഷത്തോളം ഹദീസുകളിൽ 3 ലക്ഷം ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. അപ്പോൾ ഈ 6 ലക്ഷം ഹദീസിൽ നിന്ന് 9082 എൻട്രികളാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നടത്തിയിട്ടുള്ളത്. 9082 എൻട്രികൾ, ഹദീസുകൾ എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ സനദോടുകൂടെ വന്നിട്ടുള്ളത് 2602 ഹദീസുകൾ. 97 അധ്യായങ്ങളിൽ 7397 ഭാഗങ്ങളിലായി അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 2602 ഹദീസുകൾ മുസ്ലിം സഹീഹ് മുസ്ലിമിൽ ഏകദേശം 7395ഓളം ഹദീസുകളും സഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സനദോടുകൂടെ വന്നിരിക്കുന്ന, അദ്ദേഹത്തിന്റെ മുഴുവൻ എൻട്രികളെ പറ്റിയല്ല പറയുന്നത്, സനദോടുകൂടെ വന്നിരിക്കുന്ന എല്ലാ ഹദീസുകളും അത് മുഴുവൻ സഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅ്, മുസ്ലിം ഉലമാക്കൾ ഇജ്മാഅ് ഉണ്ട്. ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുന്നു. ഇബ്നു സലാഹിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥം കഴിഞ്ഞാൽ കിതാബുകളിൽ ഏറ്റവും സഹീഹായ കിതാബുകളാണ് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും.
ഇമാം നബവി റഹിമഹുമുള്ള, അതുപോലെ ഇമാം ദാറഖുത്നി, ഇമാം നസായി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയുടെയും സഹീഹു മുസ്ലിമിന്റെയും ആധികാരികത കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അത് പറയുമ്പോൾ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഈ 982 എൻട്രികൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ തഅലീഖാത്തുകൾ, ചില നോട്ടുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നോട്ടുകൾ, ആ തഅലീഖാത്തുകൾ മുഴുവനും സഹീഹാണ് എന്ന് ആരും അഭിപ്രായപ്പെടുന്നില്ല. അത് മുഴുവൻ സഹീഹാണെന്ന് പറയുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ വായിക്കാം. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 5101 നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച ഒരു വിഷയമാണ്. മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൻകിഹു ഉഖ്തി ബിൻത അബീ സുഫിയാൻ, എന്റെ സഹോദരി അബൂ സുഫിയാന്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് ചോദിച്ചു, അവ തുഹിബ്ബീന ദാലിക്, അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. മഹദി പറഞ്ഞു, നഅം, എനിക്കത് ഇഷ്ടമാണ്. ലസ്തു ലക ബി മുഖിലിയത്തിൻ, ഞാൻ അങ്ങയുടെ ഏകഭാര്യയല്ലല്ലോ, അങ്ങ് ബഹുഭാര്യത്വം സ്വീകരിച്ചാണല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിന് അതിനെ എതിർക്കണം? എന്റെ ഒരു സഹോദരിക്ക് ഒരു നന്മയിൽ പങ്കുചേരുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇതാണ് മഹദി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സാധ്യമല്ല, ചില പ്രയാസങ്ങൾ രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ചോദിച്ചു, ഞാൻ ചില വർത്തമാനങ്ങൾ കേട്ടല്ലോ. എന്താണ് വർത്തമാനം? അങ്ങ് അബീ സലമയുടെ മകളെ വിവാഹം കഴിക്കുന്നു എന്നൊരു വർത്തമാനം കേട്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബീ സലമയുടെ മകൾ, അവരെ സുവൈബ മുല കൊടുത്തിട്ടുണ്ട്, സുവൈബയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധമുണ്ട് എനിക്കും അവർക്കും ഇടയിൽ. അത്രയുമാണ് ഹദീസിന്റെ വാക്കുകൾ. അത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ആ ഹദീസിന്റെ താഴെ ചേർക്കുകയാണ്, ഖാല ഉർവ പറഞ്ഞു, വസുവൈബത്തു മൗലാത്തു ലി അബീ ലഹബ്, സുവൈബ അബൂലഹബിന്റെ അടിമപ്പെണ്ണാണ്. കാന അബൂലഹബിൻ അഅതഖഹ, അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. ഫഅർളഅത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഫലമ്മാ മാത അബൂലഹബ് മരണപ്പെട്ടപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി ബിശദ്ഹിബത്തിൻ, അബൂലഹബിനെ വളരെ മോശമായ അവസ്ഥയിൽ ചില കുടുംബക്കാർ സ്വപ്നം കാണിക്കപ്പെട്ടു, കുടുംബക്കാരെ. അപ്പോൾ അബൂലഹബിനോട് ചോദിച്ചു, ഇതെന്താ സംഭവം, നിങ്ങൾ മോശമായ അവസ്ഥയിലാണല്ലോ. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ലം അൽഖ ബഅദകും ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബി അതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ടുള്ള ചില നേട്ടങ്ങൾ എനിക്ക് ഇവിടെ ലഭിക്കുന്നു എന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നുമില്ല, ഞാൻ വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു എന്നും അതുകൊണ്ട് തന്നെ ആദ്യമായി നബിദിനം ആഘോഷിച്ചത് അബൂലഹബാണ് എന്ന് തുടങ്ങിയതായ ചില വാദഗതികൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. സത്യത്തിൽ ഖാല ഉർവ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇമാം ബുഖാരിയുടെ 5101 നമ്പർ ഹദീസിന്റെ അവസാന ഭാഗം, ആ അവസാന ഭാഗത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് വഫിൽ ഹദീസി ദലാലത്തുൻ അല അന്നൽ കാഫിറ ഖദ് യൻഫഉൽ അമലു സ്വാലിഹ്, ഒരു തെളിവുണ്ട്. എന്താ തെളിവ്? അവിശ്വാസി ഈ ഭൂമിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും എന്നതിന് ഈ ഹദീസ് തെളിവായി വരും. അങ്ങനെ വന്നാൽ ലാകിന്നഹു മുഖാലിഫുൻ ലിദാഹിരിൽ ഖുർആൻ, അത് ഖുർആനിന്റെ ആശയത്തിനെതിരാണ്. ഖുർആനെതിരാകും അത്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅ മൻസൂറാ.
അവിശ്വാസികളായ ആളുകൾ ഇവിടെ ചെയ്യുന്ന സ്വാലിഹായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുമായി അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അതെല്ലാം വിതറപ്പെട്ട ധൂളികൾ പോലെയാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തിനെതിരാകും ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, അദ്ദേഹം പറയുന്നു ബി അന്നൽ ഖബറ, ഈ വർത്തമാനം മുർസലുൻ, ഇത് മുർസലാണ്. അർസലഹു ഉർവ, ഉർവയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. പക്ഷേ ഇത് ഉർവയിൽ നിന്ന് ഇത് ആര് റിപ്പോർട്ട് ചെയ്തു? സനദ് മുറിഞ്ഞിരിക്കുന്നു. അവിടെ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. വലം യദ്കുർ മൻ ഹദ്ദസഹു ബിഹി, ഈ വർത്തമാനം അദ്ദേഹത്തോട് ആര് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. തുടങ്ങി വിശദീകരണങ്ങൾ വീണ്ടും ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇമാം ബുഖാരി തഅലീഖാത്തായി അദ്ദേഹം ഒരു നോട്ടായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ, ആ നോട്ടായി രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ഹദീസായി സ്വീകരിക്കാൻ കഴിയില്ല, സ്വഹീഹായി സ്വീകരിക്കാനും കഴിയില്ല. എല്ലാ കാര്യങ്ങളെയും അതിൽ ദുർബലമായതുണ്ട്. ഇതുപോലെയുള്ള ചില വർത്തമാനങ്ങളുണ്ട്. അതിന് കൃത്യമായി മുഹദ്ദിസുകൾ നിരൂപണം പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഇമാം ദാറഖുത്നിയെ പോലെയുള്ള ആളുകൾ, ഇമാം നിസായിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ആധുനിക മുഹദ്ദിസായ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ആളുകൾ മഹാനായ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിലെ ചില ഹദീസുകൾക്ക് ചില നിരൂപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദാറഖുത്നിയുടെയും ഇമാം നസായിയുടെയും നിരൂപണത്തെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി 6ഓളം ഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയുടെ ആരംഭത്തിൽ അത് ഗണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയോ ഒരു നിരൂപണം പറയുകയോ അതൊന്നും ഹദീസിന്റെ മത്നുമായി ബന്ധപ്പെട്ടതല്ല എന്നുകൂടെ നമ്മൾ അടിവരയിടണം. മറിച്ച് അതിന്റെ സനദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ പറയുകയോ മറ്റോ ചെയ്താൽ അത് ഹദീസ് നിഷേധമാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഹദീസ് നിഷേധി ദാറഖുത്നിയും ഇമാം നസായിയും ഷെയ്ഖ് അൽബാനിയുമായി മാറും. അത് ഹദീസ് നിഷേധമാണെന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് സ്വഹീഹായി വന്നിരിക്കുന്ന സനദോടുകൂടിയുള്ള ഹദീസുകൾ, അതിന്റെ മത്ന് ഖുർആനിന്റെ ആശയത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഖുർആന്റെ ആശയത്തിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധികം തള്ളുന്ന ഒരു പ്രവണത ഇന്ന് കേരളീയ മുസ്ലിമീങ്ങളിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ പരസ്യമായി നടത്തുന്നുണ്ട്. അപലപനീയമായ കാര്യമാണ്. കാരണം ഈ കാലമത്രയും കഴിഞ്ഞ 1200 വർഷ കാലഘട്ടത്തിലെ തലമുതിർന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, തലയെടുപ്പുള്ള മുഹദ്ദിസുകൾ, ചിന്തകന്മാരായ ആളുകൾ, അവരാരും രേഖപ്പെടുത്താത്ത അഭിപ്രായമാണ് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ മത്തിന് അത് ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന പ്രവണത. അത് ശരിക്കും മുഅ്തസിലിയാക്കൾ പടച്ചുവിട്ടിയ ചില ആരോപണങ്ങൾ മാത്രമാണ്. നിങ്ങൾ അറിയണം, സഹീഹുൽ ബുഖാരിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്ന് തുടങ്ങുന്നതായ ചില വിഷയങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തെ വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത് മനസ്സിലാക്കുന്നിടത്ത് ചില അപാകതകൾ നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കണം, അത് എങ്ങനെ വിശദീകരിക്കണം, അത് പറയേണ്ടടുത്ത് പറഞ്ഞാൽ പോലെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പറഞ്ഞുകൊണ്ടും മനസ്സിലാക്കേണ്ട രീതിയിൽ അല്ലാതെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ വികൃതമാക്കി ഈ സമൂഹത്തിൽ കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായ കാര്യം ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ തെറ്റായ വശങ്ങൾ ഇന്നതാണ്, ശരിയായ വശങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ അവനെ ഹദീസ് നിഷേധിയായി ചിത്രീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇവിടെ പുടവയും എടുത്ത് കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഞാൻ അവസാനമായി പറയുന്ന ഒരു ഭാഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സനദ് മുത്തസിലായി വന്ന ഷർത്തുകൾ മുഴുവനും കൃത്യമായി വന്ന സ്വഹീഹായ ഒരു ഹദീസ് ഇമാം ബുഖാരി അത് തന്റെ സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, മുസ്ലിം ഉമ്മത്ത് ആ സഹീഹുൽ ബുഖാരിയിലുള്ള സഹീഹാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ ഹദീസിനെ മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ, ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്ന ഇടങ്ങളിൽ ഒരു പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ വീക്ഷണ വ്യത്യാസങ്ങളെ ഹദീസ് നിഷേധമായി ചിത്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഹദീസ് നിഷേധികൾ സഹാബികളായി തീരും. നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധത്തിന് ശേഷം ബനൂ ഖുറൈള ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. ബനൂ ഖുറൈള ഉപരോധിക്കുകയാണ്. ബനൂ ഖുറൈള ഉപരോധിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സഹാബികളെ പറഞ്ഞയക്കുമ്പോൾ
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈള. നിങ്ങളിൽ ആരും ബനൂ ഖുറൈളയിൽ ചെന്നിട്ടല്ലാതെ അസ്ർ നിസ്കരിക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് സഹാബികളെ പറഞ്ഞേക്കുന്നത്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 4119 നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിങ്ങൾ അസ്ർ നിസ്കരിച്ചാൽ മതി, ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്നാൽ ഫഅദറക ബഅദുഹും അൽ അസ്റ ഫി ത്വരീഖ്, ചില ആളുകൾ വഴിയിൽ വെച്ച് അസ്ർ നിസ്കരിച്ചു. ചില ആളുകൾ പറഞ്ഞു, ലാ നുസല്ലി ഹത്താ നാതിഹ, ഞങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയാൽ മാത്രമേ അസ്ർ നിസ്കരിക്കുള്ളൂ എന്ന് ചില ആൾക്കാരും പറഞ്ഞു. അപ്പൊ രണ്ട് ചേരിയായി. റസൂലുള്ളാഹിയുടെ വാർത്താനാണ്, ഹദീസാണല്ലോ അത്. റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിനെ റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ സഹാബികൾ അത് സ്വീകരിച്ചെടുത്ത് അവർക്ക് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടായി. ഒറ്റ ഹദീസ്, ഒറ്റ വർത്താനം. ഒരു കൂട്ടം ആളുകൾ നിസ്കരിച്ചു, ഒരു കൂട്ടം ആളുകൾ നിസ്കരിച്ചില്ല, അവരവിടെ പോയി നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞതോ ന്യായങ്ങളാണ്. അവർ പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞത് അത്രയും ധൃതിയിൽ നമ്മൾ അവിടെ എത്തണം എന്നുള്ളതാണ്. നിസ്കരിച്ച ആൾക്കാർ പറഞ്ഞു, അവിടെ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു, അല്ല, അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് അവിടെ പോയേ നിർവഹിക്കാവൂ, അതാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ അടിവരയിടേണ്ടത് ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. അള്ളാഹുവിന്റെ റസൂല് വലം യുഅന്നിഫ് വാഹിദൻ മിൻഹും, അവരിൽ നിന്ന് ആരെയും ആക്ഷേപിച്ചില്ല. എന്താ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു ഹദീസ്, ഒരു വിഷയം സ്വഹീഹായി നമ്മുടെ കയ്യിൽ കിട്ടി. സ്വഹീഹായി അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതില് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അനുഭവിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളും വളരെ വലുതാണ്. അത് സ്വഹീഹായി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അതിനെ ഹദീസ് നിഷേധമായി ചിത്രീകരിക്കുന്ന ആളുകൾ. ഇവിടെ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിനെ ബുദ്ധിയുടെ മാനദണ്ഡം, അത് ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, ബുദ്ധിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് തള്ളുന്ന ആളുകൾ, ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന ആളുകൾ. ഇപ്പൊ പുതിയൊരു തള്ളലാണ്, എന്ത്? വിശുദ്ധ ഖുർആന്റെ ആയത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ 62-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച സംഖ്യ അത്രയുമുള്ള ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പായി അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ച് ഇസ്തിഖാറ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അത്രയും സൂക്ഷ്മത പാലിച്ച ഒരു മഹാപണ്ഡിതൻ, ഒരു മഹാചിന്തകൻ, ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആൾ, അങ്ങനെ ഒരാൾ ഇക്കാലമത്രയും ഇനി ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ആൾ, അദ്ദേഹം ഖുർആനിന് എതിരായ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? മുൻഗാമികളായ ആരെങ്കിലും അദ്ദേഹം രേഖപ്പെടുത്തിയത് ഖുർആനിനെതിരായ ആശയമാണ് എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഈ അഖലാനി ചിന്താഗതിയെ വിമർശിക്കേണ്ടത്. യാഥാസ്ഥിക വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള ഹദീസുകളെ, അതേപോലെ ഇത്തരത്തിലുള്ളതായ തഅലീഖാത്തുകളെ എടുത്തു വെച്ചുകൊണ്ട് അത് ഹദീസ് എന്ന വ്യാജേന സമൂഹ മധ്യത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ ബിദ്അത്തുകളും ഉണ്ടാക്കുമ്പോൾ വിമർശകരായ ആളുകൾ അഖലാനിയ ചിന്താഗതിയുമായി മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സ്വഹീഹുൽ ബുഖാരിയെ പറ്റിയും സ്വഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ചും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട് സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിൽ സനദ് മുത്തസിലായി വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും സ്വഹീഹ് തന്നെയാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അതിൽ ഒന്നിൽ പോലും അപാകത കണ്ടെത്താൻ കഴിയില്ല, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. വളരെ ദീർഘനേരം സമയമെടുത്ത് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം, അത് ഒരുപാട് തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ, മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.